ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. Greetings to all those who have joined us. ഇനിയും കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. For today's meditation, let's turn to 2 Timothy chapter 1 verses 12, the second part of it. അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. And it reads that I know whom I have believed, and am convinced that he is able to guard what I have entrusted to him until that day. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പൗലോസിന്റെ ചില കൺവിക്ഷനെ കുറിച്ചാണ്. Today I would like to speak from some convictions that Paul had. പൗലോസിന്റെ ജീവിതം അത്ര എളുപ്പമുള്ള ഒരു ജീവിതമായിരുന്നില്ല. Paul did not live an easy life. തന്റെ വിളി തുടങ്ങി കർത്താവ് തന്നെ വിളിച്ച നാൾ തുടങ്ങി മരണം വരെ വളരെ ത്യാഗത്തിലും കഷ്ടത്തിലും അധ്വാനത്തിലും കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. From the day he was called to the day he died, he led a life of very much of trials and tribulations. തന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടി താൻ വന്നതല്ല, എല്ലാം ഉള്ളതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിനെ നേടുവാൻ വേണ്ടി വന്നവനായിരുന്നു. And he did not come to receive anything big. He left everything behind and received Christ. ലോകപ്രകാരം തനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതിനോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിൽ ഇരിക്കുവാൻ, ക്രിസ്തുവിന്റെ മഹത്വം കാണുവാൻ അവൻ ആഗ്രഹിച്ചു. And he left everything that he had behind to know Christ and to see his glory. അതിനുവേണ്ടി തന്റെ ജീവിതത്തിൽ തടസ്സമായിരുന്നതിനെ ഒക്കെയും ദൂരീകരിച്ച് അത് ചപ്പും ചവറുമെന്നെണ്ണി. Therefore he did not consider his trials or tribulations anything worth thinking of. പഴയ നിയമത്തിൽ മോശ ചെയ്തതുപോലെ തന്നെയാണ് താനും ചെയ്തത് എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. And what we read here is that Paul was able to do the same thing that Moses did in the Old Testament. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ മകളുടെ പുത്രൻ എന്നുള്ള നിലയിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഫറവോന്റെയും മിസ്രൈമിലുള്ള സകല നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലുതെന്ന് അവൻ കണ്ടു. See, Moses, even though he lived as the son of the queen in Egypt, he left that behind because he knew the calling God had on his life. അപ്പോൾ ക്രിസ്തുവിലുള്ള നിന്ന വലുതെന്ന് താൻ അദർശ്യ ദൈവത്തെ കണ്ടതുപോലെ കണ്ടിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. And he left it behind because he considered suffering for Christ as a greater thing. അത് താൻ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയതിനെ കുറിച്ചായിരിക്കണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു താൻ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് ആദ്യം ഇറങ്ങിപ്പോയപ്പോൾ താൻ ഇതെല്ലാം കണ്ടിട്ടായിരിക്കാം കടന്നു പോകുന്നത്. And I think that he saw this, and that is why he left everything behind and went to lead the people. മിസ്രൈമ്യരുടെ സൈഡിൽ നിന്ന് അവരുടെ സൈഡിലേക്ക് പോകുമ്പോൾ അതിന്റെ അനർത്ഥ ഫലം എന്താണെന്ന് താൻ കണ്ടു കാണും. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം എബ്രായ ലേഖനകാരൻ അത് എഴുതിയിരിക്കുന്നത്. And the writer of the Hebrew might have wrote that in the context of the Old Testament regarding Moses. അത് താൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അത് കണ്ടിട്ട് ആ മഹാദൈവത്തിന്റെ നിന്നെ കുറിച്ച് വഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്നാ പറഞ്ഞു. And he saw God in his glory, and he's unable to bear the shame that was brought on him by the other king. എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് അദർശ്യനായ ദൈവത്തിന്റെ പ്രത്യേക ഒരു എൻകൗണ്ടർ, ദർശനം നേരിട്ട് കണ്ടിട്ടിറങ്ങിയപ്പോൾ ദൈവത്തെക്കുറിച്ച് കാണാത്തതിനെ കണ്ടതുപോലെയല്ല, കാണാൻ പറ്റാത്തതിനെ കണ്ടിട്ടാണ് അവൻ ഇറങ്ങി പുറപ്പെടുന്നത്. And here in the New Testament, Paul had an encounter with this unseen God, and after the encounter, he went to his ministry in full force. So ആ മഹാദൈവത്തെക്കുറിച്ച് അവൻ ഒരു സംശയവുമില്ലായിരുന്നു. So he had no doubt of who this great God is. താനെ ഏത് വ്യക്തിയുടെയും മുൻപിൽ പറയാണ്, സൂര്യനെ വെല്ലുമാറുള്ള ഒരു പ്രകാശം ഞാൻ കാണുകയും അതൊരു ശക്തിയല്ല, അതൊരു വ്യക്തിയായി എന്നോട് സംസാരിക്കുകയും ചെയ്തു. And everywhere he went, he said that I saw a light brighter than the sun, and it is not a power, but it is a person that I saw. ആ വ്യക്തി എന്നോട് അവന്റെ ദാസനായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. And that person told me to be his servant. അതുകൊണ്ട് ഞാൻ എല്ലാം വെടിഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു. And therefore I'm leaving everything that I have behind and following him. എനിക്കൊരു അബദ്ധം പറ്റിയതല്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. You see, I know who I believed. I did not get here by mistake. എന്റെ വിശ്വാസത്തിന്റെ ആധാരം ഊഹാപോഹങ്ങളിൽ പെട്ടതോ കെട്ടുകഥകളോ അല്ല. ഞാൻ വ്യക്തമായി കാണുകയും
മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമാണ്. And the foundation of my faith is I have seen him and I've experienced him. ആ മഹാദൈവത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് താൻ ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട്. And he talked about the many qualities of that great God. തെസ്സലോനിക്കരോട് താൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അത് തികയ്ക്കും. And to the Thessalonians he said that the God who has called you is faithful and he will bring into fruition. ഫിലിപ്പിയരോട് അവൻ പറയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ അവസാനത്തോളം തികയ്ക്കും. And to the Philippians he said that the God who started the good work in you will make that complete. അത് മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തനിക്ക് തന്നെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. So in order to say that to others, he himself should have that same conviction. അതാണ് തന്റെ പ്രിയ ശിഷ്യനായ തിമത്തിയോസിനോട് പറയുന്ന, തിമത്തിയോസേ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. And that is exactly why what he said to Timothy here says, Timothy, I know whom I believe. നാം മറ്റുള്ളവരോട് ചിലത് പറയണമെങ്കിൽ നമുക്കതിനെ കുറിച്ചുള്ള ഉറപ്പാദ്യം ഉണ്ടായിരിക്കണം. And in order for you to say this to others, you yourself should have the conviction first. കേട്ടുകേൾവിയാണെങ്കിൽ വ്യക്തമായ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റുകയില്ല. If these are just stories you hear, then you're unable to say this with much conviction. എന്റെ അനുഭവമാണെങ്കിൽ ഞാൻ കാണാതെ പഠിക്കേണ്ട ആവശ്യവുമില്ല. And if it is your experience, there's no need for you to memorize it. ഏത് രാത്രിയിൽ എവിടെ വെച്ച് ആര് ചോദിച്ചാലും അതിനെക്കുറിച്ചുള്ള ഉറപ്പുണ്ടായിരിക്കും. Because you have this conviction everywhere you go. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. And that is why Paul says, I know whom I have believed. ആ ദൈവത്തെ ഞാൻ വെറുതെ വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ അവന്റെ ദാസനുമാണ്, അവനെ ഞാൻ സേവിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ താനെ കപ്പലിലുള്ളവരോട് വിളിച്ചു പറയുന്നുണ്ട്. And in the Acts of Apostles chapter 27 he says not just that I believe in him, but I am his servant and I'm here to serve him. He's my master. എന്നെ വിളിച്ച ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവം എന്റെ ഉടയവനാണ്. And that God that I believe in, he's my redeemer. ഒരു ദൈവപുത്രൻ എന്നുള്ള ഒരു സെക്കൻഡ് കാറ്റഗറിയിലാണെന്ന് ജനങ്ങൾ ഇന്ന് പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിയായിട്ടല്ല യേശുവിനെ അവൻ കാണുന്നത്. And he does not see Jesus as in a second category or as a person. ആ ദൈവമായിട്ടാണ് പറയുന്നത്, ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഈ വ്യക്തി എന്റെ ഉടയവനാണ്, ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവമാണ്. And he says that this person that I believe is God, and I put my faith in him. അതിനൊരു തർക്കവും തനിക്കില്ല. And so he has no doubt about it. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അവൻ അതിൽ നിന്ന് ഒരു വ്യതിയാനവുമില്ല. And no matter what others were around him were doing, he was not bothered by it. അപ്പോൾ തന്റെ കൺവിക്ഷൻ ആണ് തന്നെ വ്യത്യസ്തനാക്കി മാറ്റിയത്. What made him different from others was his conviction that he held. അവനെ വെറുതെ അങ്ങ് വിശ്വസിക്കുകയല്ല, And he did not just believe it. അവൻ എന്റെ ഉടയവനാണ്. And that he knew that he had a redeemer. അവനെ ഞാൻ സേവിക്കുന്നവനാണ്. And that he is there to serve him. അവന് ദൂതന്മാരുണ്ട്. And he has angels. ഏത് സാഹചര്യത്തിലും എന്റെ അടുക്കൽ വരുവാൻ സംസാരിക്കുവാൻ അവന് കഴിയും. And he's able to come near me every time I need something or every time I pray. നിരാശയുടെ സമയത്ത് അവൻ എന്നെ ശക്തീകരിക്കാൻ കഴിയും. And even when I'm hopeless, he's able to strengthen me. അവൻ എന്റെ ഭാവി അറിയും. നീ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു. And he knows my future, and he told me yesterday that I will stand before Caesar. അവൻ ഒന്നും മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല. And he's not a God who hides. അത്ര ഉറപ്പുള്ള ഒരു ദൈവത്തിലാണ് തന്റെ വിശ്വാസം. And it is in that God that Paul had his faith in. അപ്പോൾ അവന്റെ പക്കൽ എന്റെ ജീവനെ കൊടുത്താൽ അവൻ അത് അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. And so he had his conviction that if he gives his life to that God will sustain him. ഈ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും സമയത്ത് നമ്മുടെ ദൈവമാരാണെന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് ഓരോ ചുവടും സൂക്ഷ്മമായി മുന്നോട്ട് വെച്ച് പോകുവാനുള്ള ഏറ്റവും വലിയ കാര്യം. In this time of trials and tribulations, if you know who your God is, that is what should strengthen you to take the next step forward. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് താൻ വിവരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് ഏത് സാഹചര്യത്തിലും ഞാനായി തന്നെ ഇരിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം എന്നെ അവൻ ദൂരെ നിന്ന് സംസാരിക്കുകയോ വിളിക്കുകയോ പറയുകയോ മാത്രമല്ല, എന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. And Paul said, in all circumstances I'm able to be who I am because I believe in a God who strengthens me. താൻ എന്നെ ശക്തീകരിക്കുന്നതുകൊണ്ട് സകലത്തിലും ഞാൻ മതിയായവനാണ്. And because he strengthens me, I have everything that I need, and I will do everything that he tells me to. അപ്പോൾ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്നെ വിളിച്ചവനുമായി ഞാൻ വിശ്വസിക്കുന്ന ദൈവം ദൂരെ നിന്ന് ഇടപെടുന്നവൻ മാത്രമല്ല, എന്റെ ശക്തിയുടെയാണ്.
And this master that I serve does not just work from afar, but I also have his power. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും വെല്ലുവിളിക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് താൻ And പറയുന്നത്. so he says he has his boldness to approach any circumstances because of it. സമ്പത്താണെങ്കിൽ അവിടെ എനിക്ക് ജീവിക്കാൻ അറിയാം, ദാരിദ്ര്യമാണെങ്കിൽ അവിടെ എനിക്ക് ജീവിക്കാൻ അറിയാം, നിസ്സഹായതയാണെങ്കിൽ അവിടെ എനിക്ക് ജീവിക്കാൻ അറിയാം, ഏത് കഷ്ടപ്പാടിലാണെങ്കിലും അവിടെയും എന്നെ കൈവിടാതെ എന്നോട് മാറി നിന്ന് ഉപദേശിക്കുന്നവനല്ല, എൻ്റെ അശക്തിയുടെ സമയത്ത്, എൻ്റെ വിഷമത്തിന്റെ സമയത്ത് എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ഞാൻ And in പറയുന്നത്. all circumstances, he is able to live, whether it's plenty or whether it's little, because he believes in a God who fulfills everything, a God who has power. ആ ദൈവം എന്റെ ദൈവമായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചു എന്നാ താൻ പറയുന്നത്. And because that God is my God, I have denied myself. കാരണം ഞാൻ അവനോടൊപ്പം ക്രൂശിച്ചു. Because I have crucified myself with him. കാരണം ഇനി ഞാനല്ല ജീവിക്കുന്നത്, അവനാണ് എന്നിൽ ജീവിക്കുന്നത്. And it is no longer I, but it is him who lives in me. എനിക്കൊരു ചോയ്സ് ഇല്ലെന്ന്. And I don't have a choice. എന്റെ ചോയ്സ് അല്ല, അവന്റെ ചോയ്സ് ആണ് എന്റെ ലക്ഷ്യമെന്നാണ്. And it is not my choice, but it is his choice that's my desire. അപ്പോൾ തന്റെ വിശ്വാസം, താൻ വിശ്വസിക്കുന്ന, താൻ ആരാധിക്കുന്ന തന്റെ ഉടയവനായ ദൈവത്തിന്റെ ആ പ്രവൃത്തി, അവന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശമായി മാറുമ്പോൾ എന്റെ ജീവിതം പരാജയപ്പെടുന്ന ഒരു വഴിയുമില്ല, ഒരു അവസ്ഥയുമില്ല. And when my will becomes his will, I will not see failure, and whatever he promised will come to fruition. കാരണം അവൻ എന്തെങ്കിലും തുടങ്ങിയാൽ അവന് തികയ്ക്കും. Because if he starts something, he will complete it. അവൻ വിളിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. And if he has called you, he has given you the ability to lead you. അതുകൊണ്ട് എനിക്ക് ഇനി ഞാനെന്നും പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. So there's no reason for me to live as me myself. ആ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടും. When I live for that God, his work will come to completion through me. എന്തോ ഒരു സമർപ്പണമാണ്. And look at that total surrenderance that he shows. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയുമ്പോഴാണ് സമർപ്പണത്തിന്റെ ശക്തി കൂടുന്നത്. And it is when you know who God is, that is when the power of surrender, that's when you realize the power of surrender. നാമേ എന്തെങ്കിലും തികച്ചെടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടേതായ ആശയങ്ങളും കാര്യങ്ങളും കടന്നു വരുന്നത്. When you want to accomplish something, that is when your own desires come into play. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ നാം ആരായും. And you will do things to make that happen. അതിനുള്ള റിസോഴ്സ് നാം കണ്ടുപിടിക്കും. And you will find the resources to do that. കാരണം എന്റെ ആ കാര്യം തികച്ചെടുക്കുവാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായേ മതിയാകും. Because you want to complete this desire that you have. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവം അത് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വെളിപ്പാട്. But if it is God's will, then God will provide the resources and everything necessary for that to happen. കാരണം തനിക്ക് വേണ്ടി ജീവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത് ഈ പൗലോസിനെയാണ്. Because Paul is the only one who's portrayed as someone who lives for Christ and not for himself. എന്നിട്ട് താൻ പുറമോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ അവരെക്കാൾ അധികം അധ്വാനിച്ചു. And he looks back and says that I have outworked all those people that are behind me. ഞാൻ അവരെക്കാൾ അധികം കഷ്ടപ്പെട്ടു. And I've suffered much more greater than the others. എന്റെ ലക്ഷ്യം എന്തായിരുന്നോ അത് ഞാൻ തികച്ചെടുത്തു. And whatever my goal is, I have accomplished it. ഞാൻ നല്ലപോർ പൊരുതി. And I fought a good fight. ഞാൻ പിശാചിനോട് പൊരുതി. And I fought against the devil. കാലാവസ്ഥയോട് പൊരുതി. I fought against the weather. എനിക്ക് എതിരെ വന്നിരുന്നതായ കൾച്ചറിനോടും സിവിലൈസേഷനോടും എതിരെ പൊരുതി. And I fought against the culture that was against me. ഒന്നും എനിക്ക് ഒരു പ്രയാസമായി തോന്നിയില്ല. And none of these I have considered a great problem because I know whom I serve. ഞാൻ അവിടെ ഒന്നും പരാജയപ്പെട്ടില്ല. And I did not fail at any of these places. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമല്ല, എല്ലാവരും എന്നെ കൈവിട്ടാലും എനിക്ക് തുണ നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ അവിടെ കണ്ടത്. Because what I saw was a God that stood for me when everyone else abandoned me. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പ്രമാണികമാരെല്ലാം കൂടെ രാജാവിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് കൊണ്ടുപോയി സിംഹക്കുഴിയിൽ ഇടുന്നത്. In Daniel chapter 6, you can see that Daniel was in a situation where no one was able to help him. കാരണം രാജാവിന്റെ മുദ്രയും വെച്ചപ്പോൾ രാജാവും സമ്മതിച്ചു എന്നാണ് അറിയാതെ അത് വിളിച്ചു പറയുന്നത്. Because all the dignitaries and governors decided against Daniel, and there's no one that can help him. അതുകൊണ്ട് രാജാവിന് പോലും അവനെ രക്ഷിക്കാൻ വയ്യാത്ത ഒരു കുടുക്കിലാണ് അവരെല്ലാരും കൂടെ പിടിച്ചിട്ടത്. And the king signed the decree, and he's unable to back off from it. രാജാവിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും
അത് പറ്റാത്ത ഒരു സ്ഥിതിയിൽ അവർ കൊണ്ടാക്കി. And even though the king did not want that to happen, he is unable to undo his decree. പക്ഷേ അവിടെ രാജാവിന് കഴിയാത്തിടത്തും സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ നാം കാണുന്നത്. But what we find there's a God who comes in the midst to help even when the king cannot. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായി എന്ന് ഭരിച്ചിരിക്കുന്ന രാജാവാണ് ഈ ദാനിയേലിനെ എതിരെ ഈ മുദ്ര കുത്തി വെച്ചത്. And so it is the most powerful king at that time who sealed the Daniel's fate to that decree. പക്ഷെ അവന് പോലും നിസ്സഹായനായിരിക്കുമ്പോൾ സഹായിക്കണമെന്ന് മനസ്സുണ്ടായിട്ടും സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ വായടക്കിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൂതൻ നമുക്ക് വേണ്ടി. And that same king who wanted to help Daniel but unable to do so, and what you find there is a God who came in his midst and shut the mouth of the lion. അതാണ് പൗലോസിന്റെയും വിശ്വാസം. And that is the same faith that Paul has. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ കർത്താവ് അത് ചെയ്തെടുക്കും. That when I give my life to God, he will fulfill whatever he has for me. എൻ്റെ യുദ്ധം എന്റേതല്ല, യഹോവയുടെ യുദ്ധമാണ്. And my battle is not for me, but it is for God. എൻ്റെ ആയുധങ്ങൾ കൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് ഞാൻ ജഡത്തിന്റെ ആയുധങ്ങളല്ല, സർവ്വ കോട്ടകളെയും ഇടിക്കുവാനുള്ള ദൈവത്തിന്റെ ആയുധമാണ് എൻ്റെ പക്കലുള്ളത്. And my weapons are no good to me, so I'm going to take on this weapon of the spiritual warfare. അതുകൊണ്ട് താൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടതായി നാം കാണുന്നു. So do we find anywhere that Paul has failed in his തന്റെ ഓട്ടത്തെ കുറിച്ച് താൻ പറയുന്നത് ഞാൻ നല്ലപോലെ ഓടിയെന്നാണ്. mission? He says that I've ran a good race. ഞാൻ നല്ലപോലെ പൊരുതിയത് മാത്രമല്ല, പൊരുതിയപ്പോൾ ഞാൻ വഴിയിൽ എങ്ങും നിന്നു പോയില്ല, മുന്നോട്ട് ഓടിക്കൊണ്ടായിരുന്നു പൊരുതിയത്. And he ran a good race and he kept running. He did not go astray while running. അതുകൊണ്ട് ഓട്ടമാണ് എന്നെ കുറിച്ച് ദൈവം വിചാരിച്ചെങ്കിൽ ആ ഓട്ടം ഞാൻ തികയ്ക്കുകയും ചെയ്തു. And if the race is what God has for me, then I've completed that race. അതിന്റെ നടുക്കിൽ വന്ന യുദ്ധമെല്ലാം ഞാൻ തീർക്കുകയും ചെയ്തു. And I finished all the battles that came in the middle എന്റെ of it. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നേരത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല, എന്റെ വിശ്വാസവും കാത്തു. And I did not compromise anything. I kept my faith. അപ്പോൾ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചോ അത് അതേപടി ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നോട് തുണയിൽ നിന്നു. Whatever I desire, there was a God who helped me to accomplish it. ഏഷ്യക്കാർ എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു, കാരണം ഞാൻ ഒരു ഏഷ്യക്കാരനാണ്. And the Asians are dear to me because I myself am Asian. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് വ്യത്യസ്തമായി ഏഷ്യക്കാരെല്ലാം എന്നെ കൈവിട്ടു. But they all left me and abandoned me. ഒരൊറ്റയാൾ പോലും കൂട്ടുനിന്നില്ല. There's no one that stood by him. എങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു. But God stood for him. എന്റെ ശുശ്രൂഷയും എന്റെ മിനിസ്ട്രിയും തികച്ചെടുത്തു. In his ministry, he was able to fulfill it because of ഞാൻ God. ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I believe. അതായിരുന്നു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം. And that is the foundation of Paul's faith. ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ അവന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. And I don't live for myself, but I live for him. That is when he started to use me. ആ ദൈവം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തികച്ചെടുക്കുന്നിടം വരെ ജയിലിനെ എന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല, തീക്ക് എന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. താൻ ഇനി ആലങ്കാരിക ഭാഷയിലാണോ എഴുതിയിരിക്കുന്ന സത്യത്തിലാണോ എന്നറിയത്തില്ല, സിംഹത്തിന്റെ വായിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്നൊരു വാക്യം എഴുതിയിട്ടുണ്ട്. And it says that if that God is with me, no prison or fire or even the mouth of lions is able to overcome me. അത് എന്താണെന്ന് ആർക്കും തന്നെ വിവരിക്കാൻ കഴിയത്തില്ല. അന്നത്തെ കാലത്ത് സിംഹത്തെ അയച്ച് കൊല്ലുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. We don't know what the context was behind the mouth of lion verse. അത് അലങ്കാരികമാണോ യാഥാർത്ഥ്യമാണോ എന്ന്, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് ആർക്കും തന്നെ അറിഞ്ഞു. We don't know if it's allegorical or if it's something that happened in real life. അത് പണ്ട് ചെയ്തിട്ടുള്ള ദൈവത്തിന് ഇന്നും ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളതല്ലെന്ന് നമുക്ക് വിളിച്ചു പറയാം. But what he proves there is that the God that did it in the old times is still able to do it today. തന്റെ ജീവിതം താൻ ദൈവത്തിന്റെ പക്കൽ ഏൽപ്പിച്ചു. When he surrendered his life to God, താൻ ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി അവൻ ജീവിച്ചു. he started living for God and not for himself. അപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ. That is when he calls out and says, I know whom I have believed. എന്റെ ഉപനിധി അവസാനം വരെ അവൻ കാത്തുകൊള്ളും. And that he will fulfill my purpose. ഞാൻ അതിനു വേണ്ടി പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. There's no need for me to hold on to anything. നമുക്കത് പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. And in the Old Testament there are many examples of it. ജോസഫിനെ നോക്കിയിട്ട് അപ്പൻ പറഞ്ഞു, കുഞ്ഞെ നീയാണ് അടുത്ത തലമുറയിൽ കാര്യങ്ങൾ നയിക്കേണ്ടവൻ. And Joseph's father looked at him and said, son, you are the one to lead the next generation. കാരണം മറ്റുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ ജീവിത ശൈലികൾ. It's because they were unable to trust those around him. എല്ലാവരും കാണുക അവനെ അധികാരി എന്നുള്ള നിലയിൽ നല്ലൊരു വ്യത്യസ്തമായ ഉടുപ്പ് അവൻ ഉണ്ടാക്കി കൊടുത്തു. And they made a special cloth shirt for him to show that he's going to be the next leader. ആ ഉടുപ്പാണ് തെളിയിക്കുന്നത് ഇവനെയാണ് അപ്പൻ അടുത്ത സ്ഥാനാപതിയായി അടുത്ത തന്റെ തലമുറയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ആക്കി വെച്ചിരിക്കുന്നത്. And it is a shirt that proves that he is the next heir to his kingdom.
അത് കണ്ടപ്പോൾ സഹോദരന്മാരിൽ 10 പേര് അവനെതിരായി കുറഞ്ഞ പക്ഷം. And when the brothers saw that at least 10 of them was against Joseph, അവൻ പണ്ടൊരു സ്വപ്നവും കണ്ടിട്ടുണ്ട്, ഇപ്പൊ അപ്പൻ അതിന് കൂട്ടു നിൽക്കുകയാണ്. and they said that he saw a vision, he saw a dream many years ago, now the father is standing with him, അതുകൊണ്ട് അവനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. and so we must get rid of him. രൂപനൊക്കെ ഒന്ന് സഹായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ തനിക്കും കഴിഞ്ഞില്ല. Reuben wanted to help him, but he was unable to do that. അവൻ നിസ്സഹായനായി. He was helpless, അവൻ സഹോദരന്മാരെ തേടിപ്പോയതാണ്. and he went looking for his brothers, പക്ഷെ അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നില്ല. but the intent of the brothers were not good. അവർ പൊട്ടക്കണത്തിലിട്ടു. They put him in a well, അത് കഴിഞ്ഞിട്ട് 20 വെള്ളിക്കാശിന് വിറ്റു. and they sold him for 20 silver coins. എന്നേക്കും അവൻ അവസാനിച്ചു അടിമയായി വല്ലവരുടെയും കൈകൊണ്ട് അവൻ ചാവുമെന്ന് അവർ വിശ്വസിച്ചു. And they thought he's going to be a slave somewhere else and just die off. അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവനോട് ചെയ്തു. And they did everything that they could to him to get rid of him. ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് അവനെ കൊല്ലുവാൻ അവനെ ദൈവം അനുവദിച്ചില്ല. But it is because of it is part of God's plan. God will not allow him to be dead. ചെന്നിടത്തൊക്കെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും അവൻ പ്രതീക്ഷിക്കാത്തതിന് വ്യത്യസ്തമായി പലതും സംഭവിച്ചു. And everywhere he went, he faced many trials and persecutions. പക്ഷേ യഹോവയുടെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് എല്ലായിടത്തും എഴുതി. But everywhere he reads that the hands of God was upon him. ഇതുപോലെയുള്ള മഹാപാതകം ചെയ്തു എന്ന് അപരാധം പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ അങ്ങനെ കൊല്ലാതൊന്നും വിടത്തില്ല. And they even made up a crime and put it on him, and he almost faced a capital punishment. അതുപോലെയുള്ള വലിയ കുറ്റമാണ് ആ സ്ത്രീയെ ആരോപിച്ചത്. And that is the crime that she accused him of. ഇന്നത് ചെയ്താൽ വലിയ കുറ്റമായിട്ട് ആരോപിക്കുന്ന കാലഘട്ടത്തിൽ അന്നത് ഒരു അടിമ ചെയ്താൽ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. And think of it, what the crime he was accused of as a slave. അപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് തന്നെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്നത്. And it is the second time God delivered him from death. അപ്പോൾ അത് മരണമെന്നുള്ളത് ഒരു പ്രശ്നമല്ല. 9 പ്രാവശ്യം വന്നാലും ദൈവത്തിന് ഇത് ഒരു പ്രശ്നമല്ല. And for death is not a problem for God. ദൈവത്തിന്റെ സമയം വരെയും ദൈവം അവനെ ആ പല വിധത്തിലും പരിശോധിക്കുകയും കടത്തിവിടുകയും ഒക്കെ ചെയ്യും. And up until his appointed time, he went through many trials and tribulations. God allowed him to. ദൈവം അവന് കൊടുത്ത ആ സ്വപ്നവും അപ്പൻ കൊടുത്ത ആ സ്ഥാനവും നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചില്ല. The vision God gave him and the importance that his father gave him was not laid to waste. കാരണം പോകുന്നിടത്തൊക്കെ അവൻ ആകെപ്പാടെ ചെയ്തത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. Because everywhere he went, all he did was gave the utmost importance to God. ആ യജമാനത്തി ഒരു കാര്യം ഓർഡർ ചെയ്താൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു അടിമയ്ക്ക്. When the wife of the owner commands you to do something as a slave, you have to do it. ഒരു പട്ടാളക്കാരനാണെങ്കിൽ പോലും ചെയ്യണമെന്ന് ശതാധിപൻ പറയുന്നുണ്ട്. ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരണം, പോകാൻ പറഞ്ഞാൽ പോകണം എന്ന് ഒരു പട്ടാളക്കാരനായിട്ട് ശതാധിപൻ പറയുന്നത് നമുക്കറിയാം യേശുവിനോട്. We know what the rank soldier said, that I tell this man to come, he'll come, and tell him to go, he'll go. ഒരു സ്വതന്ത്രനാണെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലും പറയാം. പക്ഷേ ഇതൊരു അടിമയാണ്, വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന ഒരു അടിമ. And he's Joseph here. He's a prisoner who was bought with a price. അവൾ പറയുന്നത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. And so he has to accept what she says. എന്നാൽ അവളെക്കാൾ വലിയ യജമാനൻ എപ്പോഴും അവന്റെ കൂടെ uണ്ടെന്നുള്ളതായിരുന്നു, ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതായിരുന്നു അവന്റെ ഉറപ്പ്. But Joseph always knew he served a master that is much bigger than her, and he would heed to his advice. അവൻ പറയുന്നത് അവൾക്ക് മനസ്സിലാകത്തില്ല. അവൾ അങ്ങനത്തെ ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. And she has never seen this God. എനിക്ക് ദൈവത്തിന്റെ മുൻപിൽ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവൻ പറയുന്നു. And he says that I cannot sin before God. എനിക്ക് നിന്നോട് സ്നേഹക്കുറവോ നിന്റെ കാര്യങ്ങൾ അനുസരിക്കാത്തതോ അല്ല. It is not because I hate you or I don't want, I'm unable to hear your order. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ It അറിയാം. is because I know who I believe. അവനുമായിട്ടുള്ള ബന്ധമാണ് എന്റെ ബന്ധം. And my relationship is based with him. അവൻ മനുഷ്യരുടെയും മുകളിലാണ്. He is above man. അത് ഞാൻ പാലസ്തീനിലുള്ളപ്പോൾ മാത്രമല്ല നിയമങ്ങൾ പാലിക്കേണ്ടത്. And I don't always obey him. ഞാൻ സ്വതന്ത്രനായിരിക്കുമ്പോൾ മാത്രമല്ല അത് പാലിക്കേണ്ടത്. It is not just when I'm free that I should obey എല്ലാ him. സാഹചര്യവും എല്ലാം എനിക്ക് അനുവദിച്ചു തന്നാലും ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാൻ. In all circumstances I will obey him. ഞാനല്ല ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി മരിച്ച എന്റെ ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ And it ജീവിക്കുന്നത്. is not me who lives in me, but it is God it is Christ who died for me. അതാണ് എന്റെ ജീവിതത്തിൽ എന്റെ ഉറപ്പ്. And that is the faith that I have in this life. ഏത് മനുഷ്യനോ കിട്ടിയ നല്ല സന്ദർഭം ഉപയോഗിച്ച് തനിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്നാണ് വിചാരിക്കുന്നത്. Everyone would think that I want, in whatever circumstance, I want to be free. എന്നാൽ തനിക്ക് ദർശനം കൊടുത്ത ഒരു ദൈവത്തെയാണ് അവൻ കണ്ടത്. But Joseph saw a God who gave him the vision. ഏത് സ്ഥാനത്തും കൂടെ ഇരിക്കുന്ന അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ കണ്ടു. A God who was with him in all circumstances. അത് അവന്റെ ജീവിതത്തെ വ്യത്യസ്തനാക്കി And മാറ്റി. that changed who Joseph ഇത് is. തന്നെയാണ് പൗലോസ് എല്ലാം ഉണ്ടായിരിക്കുമ്പോഴും പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല. And that is when Paul says, even though he has everything, he says, I don't live for myself. എനിക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവിന് പകരക്കാരനായി ഞാൻ ജീവിക്കും. I'm
going to live for Christ who died for me. കാരണം ഞാൻ ജീവിക്കുന്നത് അത് വൃഥാവാകയില്ല. Because the reason why I live is not going to be in vain. അവൻ തുടങ്ങുന്ന പ്രവൃത്തി അവൻ തികയ്ക്കും. The work he started, he will complete it. അവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഞാൻ തികയ്ക്കുമെന്നല്ല. And it is not that I will finish his work. അവന്റെ പ്രവൃത്തി അവൻ തികച്ചെടുക്കും. It is that the work he started, he will complete. വിളിച്ചവൻ വിശ്വസ്തനാണ്. The one who called me is faithful. അവനെ എന്റെ ഉപനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. And he is able to carry on his good work until the last day. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിനെ എന്നെ വ്യത്യസ്തനാക്കി ചിന്തിപ്പിക്കുകയില്ല. And the trials, my tribulations will not lead me elsewhere. ആ ദൈവം ഞാൻ ക്ഷീണിച്ചാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. And the God who strengthened me, I'm able to do everything according to his will. ചിലതൊക്കെ ചെയ്തെടുക്കാമെന്നല്ല. And not just that I might be able to do something. ഏത് സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who strengthens me in any circumstances. ഏത് സാഹചര്യത്തിലും വിശ്വസ്തയോടെ എന്റെ കൂടെ നിൽക്കുന്ന ഒരു There's a ദൈവമുണ്ട്. God who remains faithful in all circumstances. അതാണ് എന്റെ അവനിലുള്ള വിശ്വാസത്തിന്റെ ആധാരം. And that is the foundation of my faith in him. ഓ ആശ പോയി പോകുമെന്ന് മറ്റു പലരും പറഞ്ഞാലും അവൻ ഉറപ്പുണ്ട്. കാരണം അവനോട് പറഞ്ഞു നീ സീസറുടെ മുൻപിൽ നിൽക്കുമെന്ന്. And even though everyone around him thinks that they're all going to perish, Paul has his confidence that they will not, because God told him he will stand in front of Caesar. ഇന്ന് രാത്രിയും കടലിളകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ ഇന്നലെ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനമാണ് നിന്റെ ഉറപ്പെങ്കിൽ. If you're facing a storm right now, think of the promise God made you yesterday. ദൈവം അവനോട് തുടങ്ങുമ്പോഴേ പറഞ്ഞു നീ പേടിക്കേണ്ട, നീ റോമിൽ പോയി എന്റെ സാക്ഷ്യം വഹിക്കുമെന്ന്. From the very beginning, God told him there's no need for you to fear. You will go to Rome and be my witness. അതുകൊണ്ടാണ് അവൻ ജെറുസലേമിൽ ജയിലിലായിരുന്നപ്പോഴും കൈസരിയിൽ ജയിലിലായിരുന്നപ്പോഴും കപ്പലിൽ രണ്ട് കൈയും കെട്ടി ഒരു ക്രിമിനലിനെ പോലെ പോകുമ്പോഴും ലജ്ജിക്കാതെ മുന്നോട്ട് ഒരു ലീഡറിനെ പോലെ ഇടപെടുന്നതിന്റെ കാരണം. And that is why when he was imprisoned and now he's on a ship chained up and he's acting like a leader because he has his confidence of what God told him. കാരണം അവന് നല്ല ഉറപ്പുണ്ട് അവൻ ആരെ വിശ്വസിക്കുന്നുവെന്ന്. Because he knows who he believes. അവൻ എന്തിനു വേണ്ടി എന്നെ വിളിച്ചു എന്ന് അവൻ ഉറപ്പുണ്ട്. And he knows why he called him. അവനാണ് എന്നെ റോമിലേക്ക് അയക്കുന്നതെന്ന് അവൻ And he ഉറപ്പുണ്ട്. knew it was that God who's sending him to Rome. അതുകൊണ്ട് മഴയോ കാറ്റോ കടലോ കപ്പലോ തകർന്നാൽ ഒന്നും എനിക്ക് So he പ്രശ്നമില്ല. did not fear the storm or anything that they faced. ഞാൻ വിശ്വസിക്കുന്നവൻ അത് തികയ്ക്കുവാൻ ശക്തനാണ്. And Paul said that the one who I put my faith in, he's able to complete his work. എന്റെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കാം. And my circumstances might be trouble. എന്റെ പ്രതീക്ഷകളൊക്കെ തകരുന്നെന്ന് മറ്റുള്ളവർ പറഞ്ഞു പിടിപ്പിച്ചേക്കാം. And others might say that I have no hope. എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകളാണ് എന്ന് എനിക്കും തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ അവസ്ഥകൾ ഉണ്ടാകും. And I might see situations that I think, how am I supposed to go forward? എന്നാൽ യാത്ര തിരിക്കുന്നതിന് മുമ്പേ നിന്നോട് സംസാരിച്ചത് നിന്റെ ദൈവമാണെങ്കിൽ, But if there's a God who spoke to you before you left this journey, നിന്നോട് പണ്ട് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, if God has given you vision in the older days, നിന്നെ കുറിച്ചുള്ള പദ്ധതി തികച്ചെടുക്കുവാൻ ഈ ദൈവം ശക്തനാണ്. and this same God is capable of fulfilling his promise ആ through ദൈവം you, നിന്നെ ശക്തീകരിക്കുകയും ചെയ്യും. and that same God will strengthen you. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. We don't need to look at what others think of us or say of us. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. Paul says there's a God who comes down for me. അതിന് കരയെന്നില്ല കടലെന്നില്ല രാത്രി എന്നൊന്നും വ്യത്യാസമില്ലെന്നാണ് പറയുന്നത്. Whether it is the shore or the water of his night, he will come down for me. ആ ദൈവം മഹാദൈവമാണ്. And it is that great God whom I serve. അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പുള്ളത്. And that is why I have this faith. ആ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഏകനുമല്ല, ഒറ്റയ്ക്കുമല്ല, മൈനോറിറ്റിയുമല്ല. And if that God is with me, then I am not alone. പക്ഷേ ആ ദൈവത്തെ ഞാൻ ആരാണെന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ നാം വിഷമിച്ചു പോകും. But if you don't understand who this great God is, and then you will find yourself in trouble. പൗലോസിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം ഇതായിരുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. And Paul, the foundation of his life was he knew whom he had believed. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. And he knew that the one who called him is faithful. എന്നിൽ പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കാൻ ശക്തനാണ്. And he knew the one who started the good work in him is able to complete അത് it. മാത്രമല്ല അവൻ എന്നെ ശക്തീകരിക്കുന്നവനാണ്. And not just that, he is able to strengthen me. അപ്പോൾ അവന് എന്തുണ്ടായിരുന്നു? ഒരു മാപ്പ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. And so he had this map in his heart. നമ്മുടെ ജീവിതത്തിൽ മാപ്പില്ലാതെ യാത്ര ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടെന്നിരിക്കട്ടെ. പുതിയ സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ, And if you go somewhere new and you may not have a map of that place with you,
പണ്ടൊക്കെ നമ്മളെ മാപ്പ് ഉപയോഗിച്ചാണ് യാത്രയൊക്കെ ചെയ്തിരുന്നത്. Before the GPS days, we all had a map with them when we traveled between states. നമ്മൾ യാത്രയ്ക്ക് മുമ്പേ ട്രിപ്പിളെ വിളിച്ചാൽ അവരൊരു വലിയ മാപ്പ് തന്നിട്ട് വരച്ച് ഇങ്ങനെ തരുമായിരുന്നു. And before you leave on a journey, you look at the map and study where you want to go. 100 റോഡുകൾ വന്നാലും മാപ്പുള്ളവനെ ആ റോഡിൽ കൂടെ തന്നെ ലക്ഷ്യസ്ഥാനത്ത്. And the one that has a map with them will never go astray. കാരണം ആ മാപ്പ് വഴി പോകുന്നവൻ അവിടെ എത്തുക തന്നെ ചെയ്യും. Because if you follow what the map tells you, then you will reach your destination. ആ ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. And that is the vision that God gives you. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നുള്ള ഉറപ്പ് വേണം. And you must have this conviction, this faith that where you're going and how you're going to get there. നമ്മൾക്ക് ആ ദർശനമാണ് ഇവിടെ താൻ പറയുന്നത്, ഞാൻ ഇൻട്രസ്റ്റ് ചെയ്തത് അവൻ അവിടെ തികയ്ക്കുമെന്ന്. And it is that same faith where he tells of Timothy that what I have entrusted in him, he will complete it. നാം എങ്ങോട്ട് ഏത് വഴി ആര് നയിക്കുന്നതിലെയാണ് നാം കടന്നു പോകുന്നത്. And we will go anywhere that he is with us. നാം എങ്ങോട്ട് പോയാലും ആ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു പോകേണ്ടത്. And wherever we go, as long as we follow this map, then we'll be okay. അപ്പോൾ ഈ ദൈവവും ആ ദൈവത്തിന്റെ മാപ്പുമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. And so it is that map that God has given us, that is the victory of our life. അതുകൊണ്ടാണ് പൗലോസിന് ഒരിക്കലും വിഷമിക്കാതെ അവസാനം കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ പറയുന്നത്, സന്തോഷിപ്പീൻ, വീണ്ടും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. അത് തന്നെ ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുക എന്നതിൽ എനിക്ക് മടിയില്ല. That is why Paul never lost faith, and even though he was imprisoned, he always told others to rejoice and never lose hope. ഇതെല്ലാം എൻ്റെ യാത്രയുടെ ഒരു ട്രാൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു അല്പനേരത്തേക്ക് വിശ്രമിക്കുന്ന സ്ഥലമെന്നേ ഉള്ളൂ. And Paul knew that everything he's faced is part of the journey that God has called him to. നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇന്ത്യക്ക് പോകുമ്പോൾ ഒന്നുകിലെ ദോഹയിലെ, അല്ലെങ്കിൽ ദുബൈയിലെ, അല്ലെങ്കിൽ ലണ്ടനിലെ, അല്ലെങ്കിൽ പാരീസിലൊക്കെ ഇറങ്ങി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാറില്ലേ? And we all, when we travel to India, we'll have a connecting flight somewhere in some other country for a couple hours. We wait there. ആ 2 മണിക്കൂർ അവിടെ ഇരിക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു സങ്കടമോ വിഷമോ നമ്മൾ ഒരിക്കലും നിലവിളിക്കാറുമില്ല. And when we're waiting for that connection flight, none of us sit there and worry. അവിടെ വരെ എത്തിച്ചത് വേറൊരു പ്ലെയിൻ കിട്ടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനെന്നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് നാം അവിടെ It is ഇരിക്കുന്നത്. because we have the strong conviction that the next plane that we get on will take us to where we want to go. നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന തടസ്സങ്ങളെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിനും ശക്തീകരണത്തിനുമാണെന്ന് നാം ഉറച്ചാൽ, And every trial and tribulation you face is to strengthen you for the next journey. ഇത്രയും വേഗം നമുക്കുള്ള അടുത്ത കോള് ലഭിക്കുമെന്നുള്ള ഉറപ്പിലായിരുന്നാൽ, And if you live in this faith that the next one is for your journey, ഈ ലോകപ്രകാരമുള്ള ഒരു എയർലൈൻസിനെ വിശ്വസിച്ച് നമുക്ക് അവിടെ കാത്തിരിക്കാമെങ്കിൽ, even though we can sit in this world waiting on the next airline, നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തരാക്കുന്ന കർത്താവ്, how much more should we trust the same God who gave his life for us? നാം ട്രാൻസിറ്റ് ആയി വെളിയിൽ അവിടെ ഇരിക്കുന്ന ആ കാലത്തെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. There's no need for you to look at where you're at and fear. നമ്മുടെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും തങ്ങുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മളെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ And പദ്ധതികളാണ്. the sickness and trials and tribulation you face is part of the journey God has called you to. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺവിക്ഷനാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യാസം വരുത്തുന്നത്. Child of God, what brings change to our life is the conviction that you hold. നാം ആരെ വിശ്വസിക്കുന്നുവെന്നും, Who do you have put your faith നമ്മുടെ in? ഉടയവൻ ആരാണെന്നും, Who is your master? അവനാണ് നമ്മുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചതെന്നും, And that is the God who started this good work in you. അവൻ അത് നമ്മെ വഴിയിൽ വെച്ച് നശിപ്പിച്ച് വഴിയിൽ തള്ളുന്നവനല്ല എന്നും, And he will not abandon you during the way. അത് തികയ്ക്കുവാൻ ശക്തനാണെന്ന് ഉറച്ച് He is able to fulfill it with power. അവന്റെ സന്നിധാനത്തിൽ നാം ആയിരിക്കുകയാണെങ്കിൽ, And if you remain in his presence, നമ്മുടെ ജീവിതത്തിൽ പൗലോസിനെ പോലുള്ള ധൈര്യവും ഉറപ്പും ഉണ്ടാകും. then we would have the same faith and conviction that Paul had. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട്, And because I know whom I have believed. ഞാൻ അതിന്റെ മുകളിൽ ഞാൻ വായിക്കാതെ വിട്ട വേദഭാഗം എന്താണെന്ന് അറിയാമോ? Do you know the verse that I did not read connected to it? അത് നിമിത്തം ഇതൊക്കെയും ഞാൻ സഹിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നുമില്ല. This is because this is no cause for shame. എനിക്ക് അറിയാവുന്നവന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട്, അവന്റെ സ്വഭാവ വൈശിഷ്ട്യം ഞാൻ അറിയുന്നത് കൊണ്ട്, അവന്റെ ആ ഉദ്ദേശം ഞാൻ അറിയുന്നത് കൊണ്ട്, അവന്റെ ശക്തി ഞാൻ അറിയുന്നത് കൊണ്ട്, അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നില്ല. And because I know who this God is and what he has done for me, even though I face trials and tribulations, it is not a reason of shame for me. ആ യാത്രയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ സഹിക്കുക. Because during this journey I will suffer many things and I will accept it. എനിക്കിത് അബദ്ധം പറ്റുന്നതല്ല, അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്. And I did not get here by accident. He is leading me. എന്റെ ദൈവത്തിന്റെ മുൻപിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞ ഒരു പദമേ There's ഉണ്ടാകുന്നില്ല. no such thing as an accident in the front of God. നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ സകലതും അവൻ മുൻപേ കണ്ടിട്ടാണ് അവൻ കാര്യങ്ങൾ And ചെയ്യുന്നത്. God has pre-planned
planned everything and saw everything before the journey. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഞാൻ യെരൂശലേമിലേക്ക് പോയി കഷ്ടപ്പെടും. And before he left his journey, God told him that you will go to Jerusalem and suffer there. സർവശക്തിയോട് കാര്യങ്ങൾ ചെയ്യുന്ന യേശു പറയുന്നതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും അത് ഹൃദയത്തെ തട്ടി പോലും ചെയ്തിരുന്നില്ല. And when Jesus said that, the people around him was not able to accept what he was saying. ഇത്ര ശക്തനായി കാറ്റിനോടും കടലിനോടും പിശാചിനോടും രോഗത്തോടും മരണത്തോടും സംസാരിക്കുന്നവരെ യെരൂശലേമിലുള്ളവർ പിടിച്ചു കെട്ടി കൊല്ലുമെന്ന് പറയുന്നത് അവർക്ക് ചിന്തക്കപ്രയമായി. This man that calmed the storm on the sea and fought against the devil, how is he going to go to Jerusalem and suffer there? എന്നാലും അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു എപ്പോഴും ഉറപ്പിച്ചത് പറഞ്ഞുകൊണ്ടിരുന്നു. But regardless of whether they believed or not, Jesus always spoke of it with great conviction. എന്ന് വെച്ചാൽ അവൻ അബദ്ധം പറ്റിയതല്ല, അവര് ഒരു ക്ലിക്ക് ഉണ്ടാക്കി ഒരു കൂട്ടമുണ്ടാക്കി യേശുവിനെ പിടിച്ചതും ക്രൂശിച്ചതുമല്ല. Because Jesus knew that things that were going to happen to him is not an accident. എന്നും എപ്പോഴും നമ്മളെ കുറിച്ച് സകലതും അറിയുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ കർത്താവും ദൈവവും. അവനാണ് നമ്മുടെ ഉടയവൻ, അവനെയാണ് നാം സേവിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. And that same God who has known us and been with us, that same God whom we serve as a master, he's able to fulfill his good work in ഞാൻ us. ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I have believed. ഞാൻ എന്റെ ഉപനിധി അവന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. And that I have entrusted everything up to him. അവനത് സൂക്ഷിപ്പാൻ ശക്തനാണ്. And he's able to guard it. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നതിൽ ലജ്ജിക്കുന്നില്ല. So I'm not, there's no reason for me to take shame in what I'm suffering. ഞാൻ അതിൽ ഭാരപ്പെടുന്നില്ല. I am not going to lose joy. അവനാണ് എന്റെ പ്രവൃത്തി തുടങ്ങിയതെങ്കിൽ അവൻ അത് തികയ്ക്കും. If he started this good work in me, then he will complete it. അതിനുള്ള ശക്തി അവൻ എനിക്ക് നൽകും. And he will give me the strength to do that. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ ചെറുതിനല്ല, വല്ലതിനുമല്ല, വല്ലപ്പോഴുമല്ല, സകലത്തിനും മതിയാകുന്നു. And the one who strengthens me has given me everything that I need. അത് കഴിഞ്ഞ് എല്ലാം തീരുമ്പോൾ അവൻ പുറമോട്ട് നോക്കിയിട്ട് പറയുകയാണ്, യെസ്, ഞാൻ റെഡി കർത്താവേ, ഞാൻ ഇതാ ഒരുങ്ങിയിരിക്കുന്നു. And after he completed his mission, he looks back and says, yes, God, I've completed everything given me, and I'm ready to come to you. വളരെ വളരെ ആശ്വാസത്തോട് പ്രത്യാശയോട് ധൈര്യത്തോട് ഇന്ന് മരിക്കുന്ന സകല ക്രിസ്ത്യാനികളും ഒരുപോലെ പറഞ്ഞ് ഈ ലോകം വിട്ടുപോകുന്ന ആ വാക്യം താൻ വിളിച്ചു പറയുന്നു. And that verse that many of us will say at the end of our life, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. that I've fought a good fight and completed my race and kept my faith. ഞാൻ വെറുതെ ഓടുകയോ ഫൈറ്റ് ചെയ്യുകയോ അല്ല, എനിക്കൊരു നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. And that he's waiting for me is the kingdom of righteousness. അത് നീതിയുള്ള എന്റെ ഉടയവൻ, ഞാൻ ആരിൽ ശരണം വെച്ചോ അവൻ അത് ആ ദിവസം നൽകും. And that the master whom I put my faith in, he will give that to me on the day. അതാണ് നമ്മുടെ ഉറപ്പ്. And that is our conviction. അവിടെയാണ് നാം ഉറച്ചു നിൽക്കുന്നത്. And that is where we stand strong. സാഹചര്യത്തിന് മുകളിൽ ഉയരുവാൻ കഴിയുന്നത്. That is where you rise above your situation. പ്രശ്നത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത്. That is where you have this great faith to face your problems. ഏത് സ്ഥാനത്തും നമ്മുടെ ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നത്. That is where you're able to uphold this God in all circumstances. ആ വിശ്വാസം, ആ കൺവിക്ഷൻ നമ്മുടെ ധൈര്യമായിരിക്കട്ടെ. And let that faith and let that conviction be our strength. അത് നമ്മുടെ റോഡ് മാപ്പ് ആയിരിക്കട്ടെ. And let that be our roadmap. നമുക്ക് ആ ദൈവത്തിൽ പിന്നെയും പ്രത്യാശിക്കാം. And let's put our hope in this God. നമുക്ക് പ്രാർത്ഥിക്കാം.